പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയനയോട് സംസാരിച്ചതിന് ശേഷം അനി ഉള്ളിലേക്ക് കയറി പോകുന്ന സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഏട്ടനും ഏട്ടത്തിയും ഒരുപോലെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്താ ഒരു പരിഹാരം എന്ന്. തുടർന്ന് നേരെ കനകയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ അനി. ആൻറ്റി, ഞാൻ അനിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം വിശദമായിട്ട് അനി കനകയുടെ അടുത്ത് പറയാണ് കേട്ടോ. നയനയെ പുറത്തേക്ക് ഇറക്കി വിട്ടതും അതുമാത്രമല്ല ഇപ്പം കൊടും മഴയത്ത് നനഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ. ഇത് കേട്ടിട്ട് കനകയ്ക്ക് ഒരക്ഷരം പോലും അങ്ങോട്ടേക്ക് മിണ്ടാൻ പറ്റാത്ത രീതിയിൽ കയ്യിൽ നിന്ന് ഫോണ് വരെ താഴെ പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ചു നേരം മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് കനക അലറിക്കരയാണ് കേട്ടോ നയനമോളെ എന്ന് വിളിച്ചുകൊണ്ട്. ഇത് കേട്ടുകൊണ്ട് ഗോവിന്ദൻ അരികിലേക്ക് ചെല്ലുകയും എന്താ കനകെ, എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പറ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം പോയി എന്നാണ് കേട്ടോ ആദ്യം പറയുന്നത്. എന്ത് പോയി എന്നാ നീ ഈ പറയുന്നത്? നമ്മുടെ നയനമോളെ പുറത്തേക്ക് ഇറക്കി വിട്ടു, അവൾ ഈ കൊടും മഴയത്ത് നനഞ്ഞുകൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സൗണ്ടിൽ കരയാണ്. ഇതെല്ലാം കേട്ട് ഗോവിന്ദൻ പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നയനമോളെ അടുത്ത് എത്തണം എന്ന് പറഞ്ഞിട്ട് കനകയും പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ ഗോവിന്ദൻ. ആ സമയത്ത് കനകയാണെങ്കിലും നയനമോളെ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് മഴയത്ത് നിൽക്കുന്ന നയനയാണ് കാണിക്കുന്നത്. ഉള്ളിലാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും വിഷമിച്ചിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ദേവയാനിയും ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദർശാണെങ്കിൽ ആദർശിന്റെ റൂമിലും. നയനയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്കും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷേ ജലജയും അതുപോലെ അഭിയും ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് മഴ നനഞ്ഞു നിൽക്കുന്ന നയനയെ കണ്ടുകൊണ്ട്. നയനയാണെന്നുണ്ടെങ്കിൽ ആദർശിനെ കല്യാണം കഴിച്ചത് മുതൽ ആദർശം മൊത്തമുണ്ടായ നിമിഷങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോവിന്ദനും കനകയും കൂടി ചേർന്നിട്ട് ഓട്ടോയിൽ വന്നിറങ്ങുന്നത്. നയനമോളെ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. നയനയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് കനക ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ മോളെ ഇവിടെ ഇങ്ങനെ മഴ നനഞ്ഞ് നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ്. തുടർന്ന് ഗോവിന്ദൻ ചോദിക്കുന്നത്, നിനക്കെന്താ ആരുമില്ലേ? ഈ അച്ഛനില്ലേ മോളെ നിനക്ക്? ഈ മഴ നനഞ്ഞ് നിൽക്കുന്ന വല്ല കാര്യമുണ്ടോ? ഇവിടുന്ന് പുറത്താക്കിയാലും ഇല്ലെങ്കിലും നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിലേക്ക് കയറി വരാനുള്ള അവകാശമില്ലേ? പിന്നെ എന്തിനാ മോളെ നീ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സങ്കടത്തിൽ നയന കരയാണ് കേട്ടോ. പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. അങ്ങനെ ഉള്ളിലിരിക്കുന്ന എല്ലാവരും അറിയുന്നുണ്ട് കേട്ടോ കനകയും ഗോവിന്ദനും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. തുടർന്ന് നയനയുടെ കരച്ചിൽ കേട്ടിട്ട് എന്തിനാ മോളെ നീ ഇങ്ങനെ കരയുന്നത്? ദൈവങ്ങളെ, നിങ്ങളില്ലേ ഈ കരച്ചിൽ കാണാൻ വേണ്ടിയിട്ട്? നീ എന്തെങ്കിലും പറ മോളെ എന്ന് പറയുമ്പോൾ കനകന്റെ അടുത്ത് നയന പറയുന്നത്, ഞാൻ നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നത് തെറ്റാണെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് തന്ന ശിക്ഷയാണ് ഇത്. അതോർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ഞാൻ കരയുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്തു എന്ന് തോന്നും. അതുകൊണ്ടാണ് ദൈവം എനിക്ക് ഈ മഴയെ തന്നതും എൻ്റെ കണ്ണീര് കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മഴയിൽ എൻ്റെ കഷ്ടപ്പാടെല്ലാം അലിഞ്ഞു പോകട്ടെ. ഒരു തെറ്റും ചെയ്യാത്ത നിനക്ക് ഇങ്ങനെ ഒരു ശിക്ഷ തന്നു അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കനക ആർത്ത് വിളിക്കുന്ന രീതിയിലാണ് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർക്ക് മനസാക്ഷിയില്ലേ? അതിന് മാത്രം എൻ്റെ മോള് എന്ത് തെറ്റാണ് ചെയ്തതെന്നുള്ള കാര്യം ഭയങ്കര സൗണ്ടിലാണ് കേട്ടോ കനക ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നത്. തുടർന്ന് കനക നയനയും കൂട്ടിയിട്ട് ആ കതക് തുറന്ന് ഉള്ളിലേക്ക് കയറി ചെല്ലുവാണ് കേട്ടോ. ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ആദർശും ദേവയാനിയും ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്. ഈ രംഗം കണ്ടിട്ട് ഓ, നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? എന്ത് പേരുകേട്ട കുടുംബമാണ്. ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് എല്ലാവരും കൂടി കതകടച്ചിട്ട് നല്ല ഭദ്രമായിട്ട് ഇരിക്കുകയാണല്ലേ ഇവിടെ. എന്തു വലിയ പാരമ്പര്യമുള്ള കുടുംബമാണ്. ഇതാണോ നിങ്ങളുടെ പാരമ്പര്യവും മഹത്വവും ഒക്കെ? ഈ കുടുംബമാണ് എല്ലാം എന്ന് കരുതിക്കൊണ്ട് വന്ന ഒരു മരുമകളെയല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? ഇത് കേട്ട ഉടനെ തന്നെ ദേവയാനി ഇവിടെ എന്താ നടന്നതെന്ന് അറിയാതെ വായി തോന്നുന്നു വിളിച്ചു പറയരുതെന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് നടന്നാലും ശരി, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത ഈ കാര്യം അത് വലിയ തെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനിയുടെ വായ അടയ്ക്കുന്ന രീതിയിലാണ് കേട്ടോ കനക സംസാരിക്കുന്നത്. അല്ല, അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങളുടെ സ്വത്തെല്ലാം എഴുതി വാങ്ങിയോ? ഇല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലെ ആരെങ്കിലും കൊന്നോ? എന്തിനാ എൻ്റെ മോളോട് ഇങ്ങനൊരു കാര്യം നിങ്ങൾ ചെയ്തത്? ഇവളോട് എന്ത് ചെയ്തു കഴിഞ്ഞാലും ചോദിക്കാൻ ആളില്ലെന്ന് വിചാരിച്ചോ? ഞങ്ങള് ചത്തുപോയെന്ന് വിചാരിച്ചോ നിങ്ങള്? എങ്ങനെയാ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റിയത്? എന്താ നിങ്ങൾ ആരും ഒന്നും പറയാത്തത്? എന്താ കാരണം എന്ന് നിങ്ങൾ ആരെങ്കിലും ഒരാളോട് പറയുമെന്ന് പറയുമ്പോൾ എല്ലാവരും മിണ്ടാൻ നിൽക്കുകയാണ്. പക്ഷെ നവ്യ പറയുന്നുണ്ട്, അമ്മ ഇവിടെ എന്താ നടന്നതെന്ന് അറിയാതെ സംസാരിക്കരുത്. നയന ചെയ്തത് തെറ്റാണ് അമ്മ എന്ന് പറയുമ്പോൾ വായ മൂടടി എന്ന് പറഞ്ഞിട്ട് കനക നവ്യയുടെ വായ അടപ്പിക്കുകയാണ് കേട്ടോ. ഇനി ഒരു അക്ഷരം നയനമോളെ കുറിച്ചിട്ട് നീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ എൻ്റെ മോളാന്നുള്ള കാര്യം പോലും മറന്നിട്ട് ഞാൻ നിന്നെ കൊല്ലും. എൻ്റെ മോളെ കുറിച്ചിട്ട് നിനക്കോ ഇവിടെയുള്ള ആൾക്കാർക്കോ അറിയുന്നുണ്ടാവില്ല, പക്ഷെ എനിക്കും അറിയാം. എൻ്റെ മോള് ഒരു കാരണവശാലും ഒരു തെറ്റും ചെയ്യില്ല.
തുടർന്ന് ദേവയാനി പറയുന്നുണ്ട്, നിങ്ങളെ മോള് എന്തോരം എതിർത്ത് സംസാരിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ, ആയിക്കോട്ടെ അവൾ എതിർത്ത് സംസാരിച്ചു, പക്ഷെ അതിന് ഇങ്ങനെ ഒരു കാര്യമാണോ ചെയ്യേണ്ടത്? അത് തെറ്റല്ലേ? ഇവൾ ആരാണ്? നിങ്ങളുടെ വീട്ടിലെ മരുമകളല്ലേ? എന്നിട്ടാണോ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? അതും കൊടും മഴയത്ത് അവളെ പുറത്ത് ഒറ്റയ്ക്ക് നിർത്തിയില്ലേ? എപ്പോഴെങ്കിലും ഇവിടെയുള്ള മുതിർന്നവരെയോ അതോ ഇവളുടെ ഭർത്താവിനെയോ ഇവള് ബഹുമാനിക്കാണ്ടിരുന്നിട്ടുണ്ടോ? 10 മാസം എന്റെ വയറ്റിൽ ചുമന്ന് പെറ്റ ഇവൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു എന്നുള്ള തെറ്റ് മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു കൊടും പാവം നിങ്ങൾ ഒരിക്കലും അവളോട് ചെയ്യാൻ പാടില്ലായിരുന്നു. ദൈവമേ, എനിക്കത് ഒരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ മോള് എത്ര ദൈവങ്ങളുടെ പ്രതിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഭർത്താവും അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ വീട് നിറയും ദൈവ പ്രതിമകൾ മാത്രമാണ്. പക്ഷെ ഒരു ദൈവങ്ങളും ഞങ്ങളെ കാക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ല. അയ്യോ എന്ന് വിളിച്ച് ആർത്തിട്ട് ദൈവങ്ങളെ നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കനക സങ്കടത്തോട് കൂടിയിട്ട്. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും നടക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അമ്മ ദേഷ്യപ്പെടല്ലേ എന്നുള്ള കാര്യമാണ് കേട്ടോ നയന പറയുന്നത്. ഇത് ദേഷ്യമല്ലടി, ആവേശമാണ്. ഈ ഒരു ആവേശം പോലും നിന്നെ പെറ്റവളായ എനിക്ക് വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ പെറ്റവളാവില്ലടി നിന്നെ. ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവില്ല. ഇവര് നയനമോളെ വലിയ കുടുംബമാണ്, വലിയ പേര് കേട്ടവര്. ഇവർക്ക് ശരിയും തെറ്റൊക്കെ നന്നായിട്ട് അറിയാം. തുടർന്ന് കനകയുടെ സങ്കടം കണ്ടിട്ട് മുത്തശ്ശി വന്നിട്ട് പറയുന്നുണ്ട്, വാ കനകയെ, കുറച്ചു നേരം ഇരിക്കുക, എന്നിട്ട് സംസാരിക്കുക എന്നുള്ള കാര്യേ. ഞാൻ എങ്ങനെയാ ഇരിക്കുന്നത്? ഇതിന്റെ ഉള്ളിലിരിക്കുന്നവളെ പിടിച്ച് പുറത്താക്കിയിട്ട് വാതിലടച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഇരുന്നില്ലേ? നിങ്ങളെ വീട്ടിലെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നതെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെടാതെ ഇരിക്കുമായിരുന്നോ ഇവിടെ? എന്താ കനകെ നീ ഇങ്ങനെ പറയുന്നത്? എന്റെ വീട്ടിലെ പെണ്ണ്, നിന്റെ വീട്ടിലെ പെണ്ണ് എന്നൊക്കെ പറയുന്നത്? നയനമോള് ഈ വീട്ടിലെ പെൺകുട്ടി തന്നെയല്ലേ? ഇത്രയൊക്കെ നടന്നിട്ടും ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി ഇവിടെയുള്ള ആൾക്കാര്. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നിങ്ങളല്ലേ? ഒരിക്കലും ഇങ്ങനെ പറയരുതെന്ന് മുത്തശ്ശിയുടെ അടുത്ത് കനക പറയുമ്പോ എന്ത് ചെയ്യാനാണ് കനകെ? ആദർശിന്റെ ദേഷ്യത്തിന് മുമ്പില് ഞങ്ങൾക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് തോന്നി. എല്ലാം കൈവിട്ടു പോയി. ഞങ്ങളുടെ കാര്യങ്ങളൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടില് ആളില്ലാത്ത ആൾക്ക് പോലെ ആയിപ്പോയി. എന്റെ അവസ്ഥ ഇപ്പൊ എന്തായെന്നറിയോ? മഹാഭാരതത്തില് ദ്രൗപദിക്ക് അന്യായം നടക്കുന്ന സമയത്ത് തടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് കണ്ണില്ലാത്ത ധൃതരാഷ്ട്രയെ പോലെ ആയിപ്പോയി. കണ്ണിലെ തുണി കെട്ടിയ കാന്താരി പോലെ ആയിപ്പോയി മുത്തശ്ശി എന്നൊക്കെ മുത്തശ്ശൻ പറയാണ് കേട്ടോ. ഞങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് മുത്തശ്ശൻ പറയുന്ന സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം, എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ എന്താ പറയുന്നത്? എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇവളുടെ സംസാര രീതി മാത്രമാണ്. ഇതെല്ലാം നേരിൽ കണ്ടിട്ട് പോലും ഇവര് വന്നപ്പോ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇവര് വന്നപ്പോ എന്നെ എല്ലാത്തിനും കുറ്റക്കാരിയായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ ദേവയാനി. തുടർന്ന് നവ്യ പറയുന്നുണ്ട്, അമ്മേ, ഇവള് സംസാരിക്കുന്നത് ഞാനും കേട്ടതാണ്. കുറച്ച് ഓവറായിട്ടാണ് സംസാരിച്ചത്. അവള് അമ്മയെ കുറിച്ചിട്ട് കഴിഞ്ഞാ പിന്നെ ആദർശ് വെറുതെ നിൽക്കുവോ? ഇവള് കാരണം നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാണെന്നൊക്കെ നവ്യ പറയുന്ന കേൾക്കുമ്പോണ്ടല്ലോ കനകയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരികയും നല്ലോണം കൊടുക്കുകയാണ് നവ്യക്ക് ഇട്ടിട്ട്. രണ്ട് കാരണത്തും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട് കേട്ടോ. നീ എന്താ ഇപ്പൊ പറഞ്ഞത്? നിനക്ക് ഈ വീട്ടിൽ കയറാൻ വേണ്ടി പറ്റിയത് എങ്ങനെയാന്നുള്ള കാര്യമൊക്കെ നീ മറന്നുപോയോ? ഇവള് തന്ന ഭിക്ഷ കൊണ്ടാണ് നീ ഇവിടെ കഴിയുന്നത്. എന്നിട്ട് ഇപ്പോ അവളെ കുറ്റം പറയുന്നു. നിന്റെ ഭർത്താവ് ചെയ്ത കുറ്റങ്ങളെല്ലാം വെളിയിൽ കൊണ്ടുവന്നത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനൊരു ജീവിതം. നീയാണോ നയനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്? അവളുടെ കാലിൽ പിടിച്ചിട്ട് മാപ്പ് പറയടി. അങ്ങനെ ചെയ്താൽ പോലും നീ ചെയ്ത പാപം പോവില്ല ഒരിക്കലും. ഞങ്ങൾ രണ്ടുപേരുടെ നിലനിൽപ്പ് എങ്ങനെയാന്നുള്ള കാര്യം നിനക്കറിയോ? ഞങ്ങൾ രണ്ടുപേരും ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യവും നിനക്കറിയോ? വീടില്ലാതെ നടുറോട്ടിൽ നിൽക്കേണ്ട അവസ്ഥ വന്നപ്പം ഓരോരോ കാര്യങ്ങൾക്കും നയനമോള് വന്നിട്ടാണ് ഞങ്ങളെ രക്ഷിച്ചത്. ഇതൊക്കെ ചെയ്ത് നയനമോളെ കുറിച്ചിട്ട് നീയാണോ കുറ്റം പറയുന്നത്? അവളെ പോലെ നേരിൽ വരണമെന്നൊന്നും പറയുന്നില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഒരു കോൾ വിളിച്ചിട്ട് നീ ഞങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടോ? ഇങ്ങനത്തെ ഒരു നാണോ മാനോ ഇല്ലാത്തൊരു ജീവിതം ജീവിച്ചിട്ട് നീ അവളെ കുറിച്ച് പറയുന്നു എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ഇങ്ങനെ തുപ്പുകയാണ് കേട്ടോ. ഇനി ഒരു പ്രാവശ്യം കൂടി നീ അവളെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിന്നെ കൊന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡും കൂടി അവസാനിക്കുന്നത്. എന്തായാലും കനക നയനയ്ക്ക് വേണ്ടിയിട്ട് നവ്യയുടെ അടുത്തും അതുപോലെ തന്നെ ദേവയാനിയുടെ അടുത്തും രണ്ടുപേരുടെയും മുഖത്തടിച്ചതുപോലെ തന്നെയാണ് കേട്ടോ
സംസാരിക്കുന്നത്. നല്ല കിടിലൻ എപ്പിസോഡുകളൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നയനയ്ക്ക് രക്ഷകനായിട്ട് ഒരാൾ എത്തുന്നുണ്ട്. അതാരാന്ന് വഴിയെ വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.